നമസ്കാരം. ഞാൻ ജയദീപ് മേനോൻ. തുടർച്ചയായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ FIIs ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിൻവലിക്കുന്നു എന്നത്. മാസം തോറും അവർ വിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പലർക്കും തോന്നാം ഇത് ഇന്ത്യയുടെ തിളക്കം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന നമ്മുടെ ഗ്രോത്ത് സ്റ്റോറി അവസാനിച്ചോ എന്നൊക്കെയാണ് ആളുകളുടെ സംശയം. എന്താണ് ഇതിലെ വാസ്തവം എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിൽ. വിദേശികൾ എന്തുകൊണ്ട് പണം പിൻവലിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ ഈ വിൽപ്പന ഫിഗേഴ്സ് മാത്രം നോക്കിയാൽ പോരാ, ഡോളറിനെ കൂടി നോക്കണം. നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപമുള്ള 5 കമ്പനികൾ എടുക്കാം. അതിലൊന്ന് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, ഇൻഫോസിസ്. FIIകളുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ ഏകദേശം 31%, അതായത് ഏകദേശം $268 ബില്യൺ ഈ 5 കമ്പനികളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ് വിദേശികളുടെ മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് നോക്കാം. 2021 ജനുവരിയിൽ ഒരു വിദേശ നിക്ഷേപകൻ $1 ബില്യൺ ഈ 5 കമ്പനികളിലായി നിക്ഷേപിച്ചു എന്ന് കരുതുക. 2026 ഏപ്രിൽ ആയപ്പോഴേക്കും രൂപയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭാരതി എയർടെൽ 250% റിട്ടേൺ നൽകിയിട്ടുണ്ട്, ICICI ബാങ്ക് 130% നൽകി, റിലയൻസ് 31% ലാഭം നൽകി. ലഗാർഡ്സ് എന്ന് പറയാവുന്ന HDFC ബാങ്കും ഇൻഫോസിസും പോലും പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ. ഒരു ഇന്ത്യൻ നിക്ഷേപകനെ സംബന്ധിച്ച് ഇതൊരു കിടിലൻ പോർട്ട്ഫോളിയോ ആണ്. പക്ഷേ ഒരു വിദേശി രൂപയിലല്ല ജീവിക്കുന്നത്, അവർ ജീവിക്കുന്നത് ഡോളറിലാണ്. അവിടെയാണ് കഥ മാറുന്നത്. 2021 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെയുള്ള സമയത്ത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 73-ൽ നിന്ന് 93 ഇടിഞ്ഞു. അതായത് ഏകദേശം 27% ഇടിവ്. ഇതൊരു പ്രതിസന്ധി കൊണ്ടുള്ള തകർച്ചയല്ല, മറിച്ച് കഴിഞ്ഞ 30 വർഷമായി എല്ലാ 5 വർഷത്തിലും സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു ഇടിവാണ്. വിദേശികളെ സംബന്ധിച്ച് ഇതവരുടെ ലാഭത്തെ കാർന്നുതിന്നുന്ന ഒരു സൈലൻറ്റ് ടാക്സ് ആണ്. കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. HDFC ബാങ്ക് രൂപയിൽ നോക്കുകയാണെങ്കിൽ 7.1% ലാഭം നൽകിയപ്പോൾ ഈ കാലയളവിൽ ഡോളറിൽ അവർക്കത് 16% നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഡോളറിൽ വരുമാനമുള്ള ഇൻഫോസിസ് രൂപയിൽ 3.8% ലാഭം നൽകിയപ്പോൾ ഡോളറിൽ അത് 18.5% നഷ്ടമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വിദേശ നിക്ഷേപകർക്ക് നൽകിയത്. റിലയൻസ് പോലൊരു വലിയ കമ്പനി 5 വർഷം കൊണ്ട് ഡോളറിൽ നൽകിയത് വെറും 3% ലാഭം മാത്രമാണ്. യാതൊരു റിസ്ക്കുമില്ലാതെ US ട്രഷറി ബിൽ ഇതിനേക്കാൾ മികച്ച റിട്ടേൺ അവർക്ക് നൽകും. ചുരുക്കത്തിൽ വിദേശികൾക്ക് ഡോളറിൽ ബ്രേക്ക് ഇവൺ ആവണമെങ്കിൽ തന്നെ ഒരു കമ്പനിയുടെ രൂപയിൽ ചുരുങ്ങിയത് 27% ലാഭം നൽകണം. ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് നമ്മുടെ രൂപ ഇങ്ങനെ തുടർച്ചയായി ഇടിയുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം പണപ്പെരുപ്പത്തിലെ വ്യത്യാസമാണ്, ഇൻഫ്ലേഷൻ. അമേരിക്കയിലെ പണപ്പെരുപ്പം ചരിത്രപരമായി 2 മുതൽ 3% നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അത് 5 മുതൽ 6% വരെയാണ്. പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ പർച്ചേസിംഗ് പവർ കുറയും. അതുകൊണ്ട് ഡോളറിനെ അപേക്ഷിച്ച് രൂപ താഴോട്ട് പോകും. ഇതൊഴിവാക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യവുമാണ്. അടുത്തത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി. അതാണ് അടുത്ത വില്ലൻ. നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ക്രൂഡ്, സ്വർണം, ഇലക്ട്രോണിക്സ് എന്നിവ വാങ്ങാൻ നമ്മൾ ഡോളറിലാണ് പണം കൊടുക്കുന്നത്. ഡോളറിന് എപ്പോഴും വലിയ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുന്നു. അമേരിക്കൻ പലിശ നിരക്കുകളാണ് അടുത്തത്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് അവരുടെ പലിശ നിരക്ക് കൂട്ടിയാൽ വിദേശികൾ ഇവിടെ നിന്ന് പണം പിൻവലിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി സുരക്ഷിതമായി നിക്ഷേപിക്കും. അപ്പോഴും ഡോളർ പുറത്തേക്ക് പോവുകയും രൂപ ദുർബലമാവുകയും ചെയ്യും. RBI വിചാരിച്ചാൽ രൂപയുടെ മൂല്യം 75-ലൊക്കെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ കയറ്റുമതിയെ ബാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്നുള്ള വലിയ തകർച്ചകളെ തടയാൻ മാത്രമാണ് RBI സാധാരണയായി ഇടപെടാറുള്ളത്. ഇനി നമ്മുടെ പഴയ 1 ബില്യൺ ഹൈപ്പോത്തറ്റിക്കൽ പോർട്ട്ഫോളിയോയിലേക്ക് തിരിച്ചു വരാം. ഈ കറൻസി ഇടിവ് കാരണം അവർക്ക് മൊത്തം കിട്ടിയത് വാർഷികമായി വെറും 6.5% റിട്ടേൺ ആണെന്ന് പറഞ്ഞു. ഇതേ കാലയളവിൽ അമേരിക്കൻ മാർക്കറ്റിൽ S&P 500 യാതൊരു റിസ്ക്കും ഇല്ലാതെ തന്നെ, അതായത് കറൻസി റിസ്ക് ഇല്ലാതെ തന്നെ അവർക്ക് 10 മുതൽ 12% വരെ റിട്ടേൺ ലഭിച്ചിരുന്നു. ഇനി ഏറ്റവും പേടിപ്പിക്കുന്ന സത്യം എന്താണെന്നോ, ഈ പോർട്ട്ഫോളിയോയിൽ നിന്നും ഭാരതി എയർടെലിനെ ഒന്ന് മാറ്റിയാൽ ബാക്കി 85% പോർട്ട്ഫോളിയോ നൽകിയത് വെറും 2.4% വാർഷിക റിട്ടേൺ മാത്രമാണ്. 5 വർഷം റിസ്ക് എടുത്തിട്ട് കിട്ടിയത് 2.4%.
എന്തുകൊണ്ടാണ് അവർ സ്ഥിരം വിൽപ്പനക്കാരായി നിൽക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോ നമ്മുടെ ഗ്രോത്ത് സ്റ്റോറി അവസാനിച്ചിട്ടോ അല്ല. ഇതൊരു പക്ക മാത്തമാറ്റിക്സാണ്. ഇന്ത്യയിൽ നിക്ഷേപിച്ചാൽ രൂപയിൽ 12-13% ലാഭം കിട്ടും. അതിൽ 4-5% കറൻസി ഡിവ് കാരണം നഷ്ടപ്പെടും. ബാക്കി അവർക്ക് ഡോളർ കിട്ടുന്നത് 7-8% മാത്രം. എന്നാൽ അമേരിക്കയിൽ തന്നെ നിക്ഷേപിച്ചാൽ യാതൊരു കറൻസി റിസ്ക്കും ഇല്ലാതെ 10-12% ഡോളർ റിട്ടേൺ അവർക്ക് സുരക്ഷിതമായി കിട്ടും. അപ്പോൾ ഒരു ഗ്ലോബൽ ഫണ്ട് മാനേജർ സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് വിൽക്കും. അവർ ഇന്ത്യയെ തള്ളിക്കളയുന്നതല്ല, അവരുടെ കണക്കുകൾ ശരിയാക്കുന്നതാണ്. ഒരു ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇതേ 5 കമ്പനികളിൽ ഇതേ സമയം 7,300 കോടി, അതായത് $1 ബില്യൺ, 7,300 കോടി രൂപയോളം വരും നിക്ഷേപിച്ചിരുന്നെങ്കിൽ അത് 11% വാർഷിക വളർച്ച ഈ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 12,760 കോടി രൂപയായിട്ട് മാറിയേനെ. എന്നാൽ ഇതേ പോർട്ട്ഫോളിയോ വിദേശ നിക്ഷേപനം നൽകിയത് 6.5% CAGR മാത്രം. ഒരേ കമ്പനികൾ, ഒരേ ലാഭം, ഒരേ ഡിവിഡൻഡ്, പക്ഷേ സ്കോർ കാർഡ് എഴുതിയ ഭാഷ മാത്രം മാറി. വിദേശികൾ കൊടുക്കേണ്ടി വന്ന ആ 27% കറൻസി ഡിവിഡൻഡ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് വളർച്ചയുടെ പ്രശ്നമില്ല. എക്കണോമി വളരുന്നുണ്ട്, കമ്പനികളുടെ വരുമാനം മികച്ചതാണ്. നമ്മുടെ പ്രശ്നം കറൻസിയാണ്. ഇതൊന്നു മാറണമെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം സ്ഥിരത കൈവരിക്കണം. അല്ലെങ്കിൽ കറൻസി തളർച്ചയെ മറികടക്കുന്ന രീതിയിൽ നമ്മുടെ കമ്പനികൾ വൻ ലാഭം ഉണ്ടാക്കണം. അതുമല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ തകർച്ച ഉണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നതുവരെ വിദേശികളുടെ ഈ വിൽപ്പന തുടർന്നേക്കാം. അതുകൊണ്ട് നമ്മൾ പാനിക്കാകേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല. വിദേശ വിൽപ്പനയുടെ കാരണങ്ങൾ തേടി നടന്നപ്പോൾ യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നിയ ചില കാരണങ്ങൾ മാത്രമാണിവ. ഒരു ഓഹരി വിപണി എക്സ്പെർട്ട് എന്ന നിലയിൽ ഒരു പക്ഷേ ബയാസ്ഡായിട്ടാവും ചിലപ്പോൾ എൻ്റെ ഈ ചിന്താഗതികൾ നീങ്ങുക എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.